ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1932. ഇന്ന് ഏപ്രിൽ മാസം 15-ാം തീയതി, 105-ാമത്തെ ദിവസത്തിലെത്തി. യേശുവിന്റെ ആവർത്തിച്ചുള്ള ഒരു യാതനയായിരുന്നു, അതും അവന്റെ പ്രിയപ്പെട്ട ശിഷ്യരോട്. ഗത്സമനത്തോട്ടത്തിന്റെ പരിസരത്താണ്. ഈ രാവ് തീരും മുമ്പ് എന്നോടൊത്ത് 1 മണിക്കൂർ നേരം നിങ്ങളും ഒന്ന് ഉണർന്നിരിക്കണം. ഒരു ജാഗ്രതയിലേക്ക് എത്തണം. 24 മണിക്കൂറുള്ള ഒരു ദിനം, രാവും പകലുമായി അത് പപ്പാതിയാവും. അതിനിടയിൽ അവനവന്റെ ആത്മാവിനു വേണ്ടി, അവനവന്റെ നിലനിൽപ്പിനു വേണ്ടി 1 മണിക്കൂർ നേരം ഒന്ന് മാറ്റിവെക്കാനായിട്ട് ഇല്ലാത്തവരായി നമ്മൾ മാറുന്നു. തിരക്കിട്ട് ആർത്തിയോടെ അത്യാഗ്രഹത്തോടെ അലയുകയാണ്, അവനവനെ മറന്നുകൊണ്ട്. എന്തായാലും വലിയൊരു സമൂഹത്തോടൊന്നും ആയിരുന്നില്ല യേശു ഇങ്ങനെ യാചിച്ചത്. പ്രിയപ്പെട്ട 12 അതിനകത്തുനിന്ന് തന്നെ ഒരു 3 പേരുടെ ചെറു സംഘത്തോടായിരുന്നു, പത്രോസും യാക്കോബും യോഹന്നാനും. അതിന്നും ആ ചെറിയ അജഗണത്തോടുള്ള അഭ്യർത്ഥനയും യാതനയും യേശു ആവർത്തിക്കുന്നുണ്ടാവും. അവനോടൊത്ത് 1 മണിക്കൂർ നേരം ഒന്ന് ഉണർന്നിരിക്കുക. സത്യത്തിൽ ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. യേശുവിനോടൊത്തായിരിക്കുക. അവനവന്റെ വിചാരങ്ങളെ അവിടുത്തെ ഹൃദയവുമായി ഒന്ന് ചേർത്ത് പിടിക്കുക. അടുത്ത വിചാരങ്ങളൊക്കെ നമ്മൾ ഒന്ന് ധ്യാനിച്ചെടുക്കുക. പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അതിൻ്റെ പ്രായോഗിക തലത്തിൽ കുറച്ച് സങ്കീർണതയൊക്കെ ഉണ്ടാവും. അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. എന്താണ് ഇത്രയും കാലം എത്തിയത്? അവിടുത്തെ കരുതലും കാവലും അനുകമ്പയും അനുഭാവവും ഒക്കെ ആവോളം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ കുറെ കൂടി ഒരു ഏകാഗ്രതയെ തിരിച്ചു പിടിച്ചാൽ ബന്ധങ്ങൾക്കൊക്കെ എന്തുമാത്രം ഊഷ്മളതയുണ്ടാവും, എന്തുമാത്രം തീവ്രതയുണ്ടാവും. എല്ലാം ഏതാണ്ട് മരിച്ച് അതങ്ങനെ തണുത്തുറഞ്ഞു പോയി. അധർമ്മം പെരുങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്കിടയിലെ സ്നേഹം തണുത്തുറഞ്ഞു പോയി എന്നൊരു സങ്കടവും യേശുവിൻ്റെതായിട്ടുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലുണ്ട്. ഈ ദിവസങ്ങൾ കാര്യമായിട്ടൊന്ന് വായിച്ച് അന്വേഷിച്ചു പോയാൽ തീർച്ചയായും കണ്ടെത്തും. അധർമ്മം പെരുകുന്നതുകൊണ്ടാണ് പരസ്പരം നമുക്കിടയിലെ സ്നേഹമൊക്കെ വല്ലാതെ തണുത്തുറഞ്ഞു പോകുന്നത്. കഷ്ടാനുഭവാഴ്ചയുടെ ഈ ദിനത്തിൽ കുറെ കൂടി അവിടുത്തോട് ചേർന്നായിരിക്കാനായിട്ട്, കുറെ കൂടി ഒരു ജാഗ്രതയിൽ, ഉണർവിൽ ജീവിതത്തെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആമേൻ.